വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ അവിടെ പ്രതിഷേധമുണ്ട്. വലിയ പ്രതിഷേധമാണ് പഞ്ചാരക്കുലിയിൽ ഉണ്ടാകുന്നത്. നാട്ടുകാർ DFO മാനന്തവാടി DFO ആയ മാർട്ടിൻ ലോവലിനെ തടയുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ, രംഗങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെയാണ് പഞ്ചാരക്കുലിയിൽ 47-കാരിയായ ആദിവാസി സ്ത്രീ രാധ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. കാട്ടുകൂടിയാണ് ഞങ്ങൾ വഴിയിറങ്ങി വണ്ടി കയറാനൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാതുകൊണ്ട് ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിലൊക്കെ പുറത്ത് വേണം പോകാനായിട്ട്. ഞങ്ങൾക്ക് പറയാം, ഞങ്ങളെ ഞങ്ങൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ പുറത്തു കൂടെ വേണം പോകാനായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് പേടിയാ പുറത്തിറങ്ങാൻ. എന്താ വെച്ചാൽ കാട്ടിലാണ് ഞങ്ങളെ വീട്. ഇവിടെ അടുത്താണെങ്കിലും ഫോറസ്റ്റ് ആണ് ചുറ്റിനും. അപ്പൊ ഇന്നലെ രാത്രി തന്നെ 10-11 മണിയാകുമ്പോ ഭയങ്കര ഒരു ഇത് ഇവിടെ വീടിന്റെ അടുത്താ വീട്. നമ്മളിവിടെ ഈ പട്ടി എന്തോ ഒരു ഒച്ചയായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴുള്ള ഒരു കരച്ചില്. ആ കരച്ചിലോട്ട് ബാക്കി 2 പട്ടികൾ ഭയങ്കര കൊരയായിരുന്നു. കുറച്ച് പോടുന്നുണ്ടായി. അപ്പൊ രാവിലെ നോക്കുമ്പോ ആ ഒരു പട്ടീനെ കാണുന്നില്ല. 3 പട്ടി ഉണ്ടായി, ഒരു പട്ടിനെ കാണുന്നില്ല. രാവിലെ നോക്കുമ്പോ 2 മാത്രമേ ഉണ്ടാവും. 2 ഉള്ളൂ. ഒന്നിനെ പിടിച്ചെന്നുള്ളത് ഉറപ്പ്. അത് 200 മീറ്റർ അപ്പുറം, ഈ ഓഫീസിന്റെ 200 മീറ്റർ അപ്പുറം. സരസ്വതി ഇല്ല, കണ്ടില്ല. രാത്രി 11 മണിക്കാ. പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. എല്ലാ വീടിന് മുന്നത്ത് കൂടെ സംശയങ്ങളുണ്ട്. കുഞ്ഞു മക്കളാണ് പുറത്തിറങ്ങാൻ പേടിച്ചിട്ട് ഇത്ര നേരം വീട് ഈ ചുറ്റുവട്ടത്ത് 2 കിലോമീറ്റർ പരിധി തന്നെ താൻ ഓടി നടന്നിട്ട് ഇത്ര ആളിനായിട്ട് കാണുന്നില്ല. അത് കടുവ പിടിച്ചെന്നാൽ ഉറപ്പ് തന്നെയാ. കാരണം അത്ര ഒച്ച കേട്ട് രാത്രി പുറത്തിറങ്ങാൻ പേടിച്ചിട്ട് 11 മണിയായി. രാത്രി പേടിച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ഒച്ച പട്ടിയില്ല. ബാക്കി 2 സരസ്വതി. അത് നിലവിൽ കടുവ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അതാണ് ക്ലിയർ ആയിട്ടുള്ള. ഉണങ്ങിയ പ്രദേശം ഇപ്പൊ അങ്ങനെ കാണില്ല. പൊടികൊണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കാണില്ല. പിന്നെ വീടിന്റെ പരിസരത്ത് പിന്നെ പട്ടിന് 11 മണിക്ക് ശബ്ദം കേട്ട് കണ്ട് ഇതിന്റെ പേടിയുണ്ട് ആരും പുറത്തിറങ്ങില്ല. ഇല്ല, അതൊന്നും കണ്ടിട്ടില്ല. നിലവിലെ പേടിച്ചിട്ട് ആരെ വിളിച്ച് പറയാ, ആരെ ചെല്ലാന്നറിയില്ലല്ലോ. ഈ രാത്രി ആരും പോലും ആരെ ചെല്ലാന്നറിയില്ലോ. ഈ രാത്രി ഇങ്ങനെ ഒരു രീതിയിലുള്ള സമയത്ത് ആരെ ഇറങ്ങി ചെല്ലുന്നത്. ഇന്നലെ RRTനെ ഇവിടെ നിശ്ചയം ചെയ്തു. ഇന്നലെ ഇവിടെ RRTനെ പിന്നെ ഇതൊന്നും പരിശോധിക്കാൻ ആളില്ല. ഇതാണ് സ്ഥിതി. ഇവിടെ പിന്നെ 200 മീറ്റർ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ മൊത്തം RRTനെ പിന്നെ വിന്യസിച്ചതാണ്. എന്നിട്ട് ഈ 200 മീറ്റർ അപ്പുറം നടന്ന സംഭവം അറിഞ്ഞിട്ടില്ല. ഇവര് വന്നിപ്പോ പറഞ്ഞ ചേച്ചി വന്ന് പറഞ്ഞല്ലോ സംഭവം ഉണ്ടാവുമ്പോ അറിയിക്കുക. ഇതെല്ലാം കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. RRT വരുന്നില്ല എന്ന് പറഞ്ഞാൽ റോഡ് കൂടെ വന്ന് കറങ്ങിട്ടങ്ങ് പോകും. മൂട് വെച്ച് കാത്തു നിന്നിട്ട് കടുവ സ്വയം തീരുമാനം എടുത്തിട്ട് കൂട്ടുകയറട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിന്നാൽ നടക്കൂല എന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള RRT ഒക്കെ വരുന്നുണ്ട്. RRT വരും, റോഡ് കൂടെ വന്ന് കറങ്ങിയിട്ട് അവരങ്ങ് പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. വെടിവെച്ച് കൊല്ലണം. കൂട്ടുകയറിയാലും വെടിവെച്ച് കൊല്ലണം. നരഭോജിയായ ആ കടുവേനെ ഞങ്ങളെ മുന്നിൽ നിന്ന് കൊല്ലണം. കൊണ്ടുപോയിടുക, എന്നിട്ട് അത് വീണ്ടും പിടിക്കുക. ഇത് ഒരുപാട് ഇതിനു മുൻപേ എന്റെ വീടിന്റെ അടുത്ത് മണിയങ്കുന്നില് എന്റെ വീടിന്റെ അടുത്ത് ഇതേപോലെ വന്നിട്ട് കൂട് വെച്ചു, ആടിനെ കെട്ടി, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരിക്കൽ പോലും അതിന് കൂടില കടുവയും വീടില്ല, ആടിനെ കൊണ്ടുപോവുകയും ചെയ്തു, കൂടും കൊണ്ടുപോയി. അതിങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇവര് എല്ലാം പിൻവലിച്ചോണ്ടിരിക്കും. ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ആളുകൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. കൂട്ടിൽ കടുവ കുടുങ്ങിയാൽ തന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് അത് വീണ്ടും വരികയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് മാത്രമേ ഇവരോടൊക്കെ പറയാനുള്ളൂ. കാരണം ഒരു അക്രമകാരിയായ കടുവ, നരഭോജിയായ കടുവേനെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് വേറൊരു ഇത്രയും ഇതൊരു മനുഷ്യന്മാർ തന്നെയല്ലേ അവര് താമസിക്കുന്നിടത്ത് കൊണ്ടിടുക എന്ന് പറയുന്നത്. അതേ കൊലപാതകത്തിന് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവര് കൊലപാതകളാ. സത്യം ഉദ്യോഗസ്ഥരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. 200 മീറ്റർ അകല ഇന്നലെ ചോദിക്കട്ടെ, വനത്തിൽ ഒരാൾ അനധികൃതമായി കയറിയാൽ ഇവര് പിന്നെ വെടിവെച്ച് കൊല്ലൂല, അല്ലെങ്കിൽ കേസെടുക്കൂലേ? 24 മണിക്കൂറായി കണ്ണിൽ പൊടിയിട്ട് നടന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന TFOന്റെ പേരിൽ
കൊലക്കുറ്റത്തിനാണ് കേസെടുക്കേണ്ടത്. എന്താ വെച്ചാൽ ജനങ്ങളെ വിട്ടികളാക്കാണ്. ഇന്നലെ പറഞ്ഞു നിരന്തരം വിട്ടികളാക്കാണ്. ഇന്നലെ പറഞ്ഞു കടുവേനെ വെടിവെച്ചു കൊല്ലുമെന്ന്. ഇന്നെന്താ പറയുന്നത്? ഇന്ന് അതിന് പറ്റൂല, അനുമതി വേണം, ഉത്തരവ് വേണം. എന്ത് ഉത്തരവ്? എവിടുന്നാണ് ഉത്തരവ്? ഈ മനുഷ്യന്മാരെ കൊല്ലാൻ നിങ്ങൾക്ക് ഉത്തരവൊന്നും വേണ്ട. മനുഷ്യന്റെ ഗൗരവം എല്ലാവരും കൂടെ വെടിവെച്ചാൽ കൊന്നളാ. എന്നാ പ്രശ്നമില്ല. പ്രശ്നം